ഇവിടെ ഇപ്പോൾ പുറത്ത് നല്ല മഴ നടക്കുകയാണ്. നമുക്ക് നമ്മളുടെ പൂർവികരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? നമ്മുടെ പൂർവികരെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ, അമ്മ, അവരുടെ അമ്മ, അപ്പൻ, അങ്ങനെ ഒരു 3-4 തലമുറ ചിന്തിച്ച് നോക്കി. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അവർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. അവരുടെ ആവശ്യത്തിന്, അവരുടെ ഇഷ്ടാനുസരണം അവർ ഒരുപാട് മോഹിച്ച് സമ്പാദിച്ചു. അവർ ഒരുപാട് മോഹിച്ച് കെട്ടിടങ്ങൾ വെച്ചു. ഉറങ്ങാതെയും ഉണ്ണാതെയും ടെൻഷൻ അനുഭവിച്ചും ഒക്കെ അവർ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചു, സമ്പാദിച്ചു വെച്ചു. അവരവരുടേതായ പ്രായം എത്തിയപ്പോൾ അവർ മരിച്ചു, മണ്ണായി മാറി. നമ്മെ അവരെക്കുറിച്ച് ഓർക്കാറുണ്ടോ? നമുക്ക് ചെയ്തു തന്ന സഹായങ്ങളെക്കുറിച്ച്? ശരിക്കും അവർക്ക് വേണ്ടി വളരെ മോഹത്തോടു കൂടി സമ്പാദിച്ചതാണ്. പക്ഷേ അവർക്കത് അനുഭവിക്കാൻ കുറച്ച് പറ്റിയിരിക്കാം, പറ്റാതെ വന്നിട്ടുണ്ടാകും. അതാരാണ് അനുഭവിക്കുന്നത് അവരറിയുന്നില്ല. അതിൻ്റെ അനുഭവം എടുക്കുന്നത് മറ്റാരുമാണ്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നു നമ്മുടെ സ്വത്തുക്കൾ. നമ്മുടെ കാലശേഷം അതെന്താകുന്നുവെന്ന് നമ്മളറിയുന്നില്ല. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ സമ്പാദിച്ച നമ്മുടെ സമ്പാദ്യങ്ങൾ, അതെല്ലാം നാളെ മറ്റൊരാളുടെ കയ്യിലേക്ക് ആയിപ്പോവുകയാണ്. ഒരു തലമുറ പോലും ചിലപ്പോൾ ആദ്യം മരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് കാലം വരെ നമ്മൾ ഓർത്തിരിക്കും. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ മക്കളായാൽ പോലും കുറച്ച് കാലമൊക്കെ ചിലപ്പോൾ ഓർത്തുനിന്ന് വന്നേക്കാം. പിന്നെ അവരെ മറക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരുടെ പേരും അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളും എല്ലാം ഭൂമിയിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയി, മണ്ണായി മാറി. ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. അടുത്ത തലമുറകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യുന്നു. ശരിക്കും നമ്മൾ അവരെയല്ലേ ഓർമ്മിക്കേണ്ടത്? നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? നമ്മളെപ്പോലെ ഇന്നും ജീവിച്ചിരിക്കേണ്ടവർ നമ്മെ വിട്ട് വേർപിരിഞ്ഞു പോയി, ഒരു മണ്ണായി മാറി. നമ്മൾ ചിന്തിക്കുകയും നമ്മളെ അവർ ഓർമ്മിക്കുകയും ചെയ്യേണ്ടതായ കടമകൾ നമുക്കുണ്ട്. ഞാൻ എൻ്റെ പൂർവികരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. 4 തലമുറകൾ മുൻപ് ഉള്ളവരെ എനിക്കറിഞ്ഞുവിടാം. ഏതാണ്ട് 4 തലമുറ വരെ ഞാൻ അവരുടെ പേരുകളും അവരുടെ ജീവിത രീതികളും അവരെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി. അവരൊരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. രാജഭരണകാലത്ത് അധികാരികളാണ് ഭൂമി പതിച്ചു കൊടുക്കുന്നത്. രാജാവിൻ്റെ അധികാരികൾ ഓരോ ദേശത്ത് വന്ന് അധിപൻ നിശ്ചയിക്കുന്ന തുക രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കെട്ടിവെക്കണം. അങ്ങനെ ഒരു നിശ്ചിത സ്ഥലം പതിച്ചു കിട്ടും. അവരൊക്കെ അന്ന് അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് തലമുറക്കാർ പറഞ്ഞു ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മ അവരെക്കുറിച്ച് ചിന്തിക്കുക.
തലമുറകളെ മറക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ തൽക്കാലം നിർത്തുന്നു. ചിന്തിക്കുക.